ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. കൊണ്ടുപോടാ ഹെഡ്. ഞാൻ മാറ്റി വിളിച്ചതാ എന്നിട്ട് പോലും. പിന്നെ വിളിക്കാൻ കാരണം ഹെഡാണ് വീഴുന്നതെന്ന് നിനക്ക് മനസ്സിലായി. എന്തോ ഒരു ട്രിക്ക് ഇവന്റെ കയ്യിലുണ്ട്. ഈസ് എ മജീഷ്യൻ. ഉണ്ടല്ലേ, അറിയാ. ഫസ്റ്റ് മഞ്ഞുമൽ ബോയ്സ്. വിഷമടണ്ടേ? അയ്യോ, അല്ലാതെ തന്നെ വിഷമാണെന്ന് പറയുന്നത്. ഇത് ഇനി 400 കോടി കേൾക്കാലും അല്ല, ഒരുപാട് പേര് കമന്റ് ഇപ്പോഴും ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 400 അല്ല 500 കയറിയാലും ഞങ്ങൾക്ക് ഈ സിനിമയുടെ ഞങ്ങൾക്ക് തോന്നിയ സാധനം എന്താ അത് തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. ഇനിയിപ്പോ വേറൊരു സത്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇനി എത്ര അവിടെ കിടന്നിട്ട് അത് നമ്മളെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും സിനിമ 195 CR കളക്ട് ചെയ്ത് കഴിഞ്ഞു. 5 CR കൂടി കിടന്നാൽ 200 CRലേക്ക് എത്തും. തീർച്ചയായിട്ടും. കാരണം ഒരു മലയാള സിനിമ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു 200 കോടി നേടുക എന്നുള്ളത്. പക്ഷെ ഈ സിനിമ നമ്മൾ ഇഷ്ടപ്പെടുത്തുവോ? അതുകൊണ്ട് ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. പിന്നെ തീരെ ഇപ്പോഴും ഞാൻ പറയുന്നു, അന്നും ഇന്നും എനിക്ക് ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ ഈ കൊട്ടിഘോഷിക്കാൻ മാത്രമുള്ള സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഇത്രേ ഉള്ളൂ. തമിഴ്നാടിന്റെ റെഫറൻസ് ഒന്ന് ഗുണാക്കെ, പിന്നെ ആ സോങ് ഗുണയിലെ സോങ് അത് വെച്ച് കയറ്റി അടിച്ചു. ആ പാട്ടിന് അത്രയ്ക്കും അവിടെ ഭയങ്കര എന്താ പറയാ പ്രാധാന്യമുള്ളതാണ്. ആ സോങ് വെച്ചിട്ട് ഒരു സിനിമ അവിടെ മലയാളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു തിക്കും തിരക്കും ഉണ്ടാവും. മറ്റൊരു സ്റ്റേറ്റിലെ സിനിമയിലാണ് ഇത് വരുന്നത്. വിജയ് റെഫറൻസ് വരുന്നു. പിന്നെ അതുപോലെ കമൽഹാസൻ ഫാൻസ് ഒക്കെ കയറി അങ്ങ് മറിഞ്ഞു. എന്തായാലും അടുത്ത കിഴി GVPയുടെ നെക്സ്റ്റ് മൂവി നമ്മുടെ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന സിനിമ മെയിൽ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. അനുരാഗ് കശ്യപ് GVP കത്തി കയറുന്ന ടൈമാണ്. കത്തി കയറാ നമുക്ക് ആദ്യം തന്നു അല്ലേ? അത് ഒറ്റ വോയിസിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളിങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, ഇത് മെഴുകിയോണ്ടിരിക്കുകയാണല്ലോ. ഒരിക്കലും ഒരു ബബ്ബേ ഇല്ല. ഇത് ഭയ ഭക്തി ബഹുമാനം. ആ ബബ്ബ എന്താണെങ്കിലും സിനിമ ജൂൺ 1 ഷൂട്ട് തുടങ്ങും. ധനഞ്ജയനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വിനീത് ശ്രീനിവാസന്റെ മെയിൻ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ആള്. ഗോകുലം മൂവീസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ലാല് പിന്നെ പ്രണവ് മോഹൻലാലിന്റെ കാമിയോ തകർക്കും. അത് ഉറപ്പായിട്ടില്ല, സാധ്യത ഉണ്ട്. സംസാരിച്ചിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് അഞ്ചക്കള്ളക്കോക്കാൻ. പടച്ചോ, എന്ത് പേരാണ് ഇട്ട് കൊടുത്തുള്ളത്? അഞ്ചക്കള്ളക്കോക്കാൻ എത്ര തവണ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്നാലും തെറ്റിക്കും. അഞ്ചക്കള്ളക്കോക്കാൻ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ, അതായത് 1.2 CR. നോമ്പാണ് മാത്രമല്ല വമ്പൻ താരകര ഇല്ലാതെ അതും ഈ വ്യത്യസ്തമായ ഒരു ഐറ്റം കയറി വരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പൊ നല്ല ബുക്കിംഗ് ഒക്കെ വീണ്ടും ഇതായിട്ടുണ്ട് കേട്ടോ. ഗംഭീര സിനിമ. നല്ല കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയണേ ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞ സന്തോഷം നമുക്കും കൂടി. ഒരു രക്ഷയില്ല സിനിമ, അത് കണ്ടു തന്നെ മനസ്സിലാവും. പിന്നെ ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഇടയ്ക്ക് ഇത് പല റിവ്യൂലും ഈ കള്ള അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. അഞ്ചക്കോക്കാനായി മാറിയിട്ടുണ്ട് പലരും പറയുന്നിടത്ത്. അഞ്ചക്കള്ളയില്ല. അത് ഇഷ്ടംപോലെ പേര് കണ്ടിട്ടുണ്ടാവും. അത് ആരാന്നുള്ളത്. എന്റെ പൊന്നോ ചിരിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് റിവ്യൂ പറയുന്ന ആളാ. അത് റിവ്യൂ ആയിട്ടല്ലേ നമ്മള് കണക്ക് കൂട്ടണ്ടല്ലോ, അത് റിവ്യൂ ആണ്. ഒരാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് റിവ്യൂ അല്ലേ? അത് അഭിപ്രായ റിവ്യൂ അതെന്താ ആവാത്തത്? നമ്മളതൊക്കെ റിവ്യൂ ആണ്. അല്ല, ഞങ്ങള് റിവ്യൂ എന്ന് പറഞ്ഞ് ഇടുന്നത് സെർച്ചിൽ ഓപ്ഷൻ കിട്ടാനാണ്. ഞങ്ങളുടെ ഒപ്പീനിയൻ മാത്രമാണ്. റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കണം. അതാണ് റിവ്യൂ. എന്തായാലും അഞ്ചക്കോക്കാൻ ഗംഭീരമായിട്ടുണ്ട്. അടുത്തത് ലാലേട്ടൻ 360 സിനിമ. ബെൻസ് വാസു. തരുൺ മൂർത്തിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. കൺഫേം ആയിട്ടുണ്ട്. M രഞ്ജിത്ത്, അതായത്
രജപുത്ര വിഷ്വൽ മീഡിയ മീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ബെൻ സുവാസു. ആയിരിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. അത് മറ്റേ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞ ജി പ്രജിത്ത്. അതെ അതെ അതെ. ആള് ഇതിന് മുൻപ് ബെൻസ് വാസുമായിട്ട് ലാലേട്ടനെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പിന്നെ തരുൺ മൂർത്തി എന്ന് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓപ്പറേഷൻ ജാവ പിന്നെ സൗദി വെള്ളക്ക ഈ 2 സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ കൂടെ തരുൺ മൂർത്തി. അതൊരു ഗംഭീര കോംബോയാണ് കേട്ടോ. നോക്കാം. ഓക്കെ, അടുത്ത കിഴി ഛോട്ടാ ഭീം. സിനിമയുടെ റിലീസ് ഡേറ്റ് മെയ് 24. ഓക്കെ, എന്തായാലും ഛോട്ടാ ഭീം അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു കാലത്ത് കാർട്ടൂൺ ഭരിച്ചുകൊണ്ടിരുന്ന ആളാ ഛോട്ടാ ഭീം. രാജീവ് ചിലകയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വരട്ടെ. ഓക്കെ, അടുത്തത് ഭ്രമയുഗം. ഭ്രമയുഗം സിനിമയിലെ ചാത്തൻ. എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴാട്ടോ, ഈ എന്താ പറയുക OTT വന്നതിന് ശേഷമാണ് അതൊരു ക്യാരക്ടർ ആണെന്നുള്ളത് മനസ്സിലായത്. അതുവരെ എല്ലാവരും VFX ആയിരുന്നു എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു പയ്യനാണ് ആ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആകാശ് ചന്ദ്രൻ ആളാണ് ചാത്തനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എന്തായാലും ആളുടെ ഇത് മേക്കിംഗ് വീഡിയോ ഒക്കെ പുറത്ത് വരാം. കാരണം അങ്ങനത്തെ മേക്കപ്പ് ഒക്കെയാണ് ഇതിന്റെ. പിന്നെ ഒരു രക്ഷയില്ല. എന്തായാലും പുറത്ത് വിടണം. ഇത് കളറിലൊന്ന് കണ്ടാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹം. ഓക്കെ, അടുത്ത കിഴി. അല്ല, ഇതില് വേറൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു തെയ്യം പോലെ അത് വേറൊരാളാ. അത് മറ്റൊരു പയ്യനാണ് കേട്ടോ. അതൊന്നും VFX അല്ല എന്നാണ് പറയുന്നത്. അടുത്ത കിഴി കങ്കുവ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ. അതായത് നാളെ 4:30 കങ്കുവ പൊള്ളിക്കാൻ വരുന്നു. അപ്പൊ നമ്മൾ കാത്തിരുന്നത് ഇതാ ഇപ്പൊ വരും പറഞ്ഞത് ചുമ്മാ നല്ലല്ലേ, വെറുതെ ആയില്ല. അപ്പൊ നാളെ അല്ല, ഇന്നലെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. വേറൊരു സംഭവം അറിയില്ലേ, ഇന്നലെ ഒരു അപ്ഡേഷൻ ഉണ്ടാവുന്ന നമ്മൾ മിനിഞ്ഞാത്ത കിഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ ഇവര് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നാളെ വരുമെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇന്നതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നാണ് ആ അനൗൺസ്മെന്റ് വന്നത്. ഇനി നാളെ ടീസർ വരും. ഓക്കെ, ഗോട്ട വാടാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. യെസ്, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ വിജയ് ലാൻഡ് ചെയ്യും. ലൊക്കേഷനിൽ ഇന്ന് ജോയിൻ ചെയ്യും. 14 വർഷങ്ങൾക്ക് ശേഷമാണ് വിജയ് വരുന്നത്. വിജയുടെ ഒരു സിനിമ കേരളത്തിൽ ഷൂട്ട് നടക്കുന്നത്. വിജയ് വരുന്നതല്ലേ, വിജയ് അതിന്റെ ഇടയ്ക്ക് ഏതോ ഏഷ്യാനെറ്റിന്റെ എന്തോ ഫിലിം അവാർഡിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാവലൻ എന്ന സിനിമയാണ് ലാസ്റ്റ് കേരളത്തിൽ ആളുടെ സിനിമ. ഷൊർണൂർ, പാലക്കാട്, ഇപ്പതാ വീണ്ടും കേരളത്തിൽ. എന്തായാലും സിനിമ ഓൾറെഡി ഷൂട്ട് കേരളത്തിലുള്ളത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ വിജയ് ജോയിൻ ചെയ്യുന്നത്. ഇനി ആൾക്ക് എന്തൊക്കെയാണ് അവലെ കേരളത്തിലെ പ്രോഗ്രാം? കേരളത്തില് ആളുടെ മറ്റേ ഫാൻസിന്റെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് എന്തോ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തതിന്റെ താക്കോൽ ദാനം, അങ്ങനെ എന്തൊക്കെയോ സംഭവം. ചെറിയ ചെറിയ പരിപാടികളാണ്. പക്ഷേ തിരുവനന്തപുരം നിന്നൊന്ന് ആളി കത്തും. കേരളം മൊത്തത്തില് ആള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടാവും. ലൊക്കേഷനിൽ നിന്ന് പുറത്ത് വരുമ്പോഴായിരിക്കും അതൊരു വേറെ ലെവൽ ഐറ്റം ആയിരിക്കും. കാത്തിരിക്കാം. എന്തായാലും കാത്തിരിക്കുന്നു. കട്ടക്കാത്തിരിപ്പ് തീർച്ചയായിട്ടും. അതിന്റെ വീഡിയോസ് ഒക്കെ വിചാരിക്കൂലേ? പിന്നെന്താ. ഓക്കെ, അടുത്ത കിഴി സൂര്യ 43. നമ്മുടെ സൂര്യയും ദുൽഖറും വിജയ് വർമ്മ പിന്നെ നസ്രിയ അല്ലേ, ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. സുധാ കൊങ്കാരയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സുറാറായി പോട്ടിന് ശേഷം സൂര്യയും സുധാ കൊങ്കാരയും ഒരുമിക്കുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. സിനിമ നമ്മൾ ഒരുപാടൊന്നും കാത്തിരിക്കണ്ട എന്നുള്ളതാണ് GVP പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ആൾ പറഞ്ഞത് 2024 തന്നെ സൂര്യ 43 റിലീസിനെത്തുന്നു. ഓക്കെ, 2025 പറഞ്ഞുകൊണ്ടിരുന്നത്. 24 തന്നെ എത്തുവാണെങ്കിൽ ഗംഭീരം. മേ ബി അപ്പോൾ അതിനായിരിക്കാം ദുൽഖറേ മറ്റേ സിനിമകളൊക്കെ തഗ് ലൈഫൊക്കെ ഒഴിവാക്കിയത്, ക്യാൻസൽ ചെയ്ത്. അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും April 15 ഷൂട്ട് തുടങ്ങാൻ പോണത്. അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.